പ്രസിദ്ധമായ എരുമേലിപേട്ട തുള്ളൽ ഇന്ന് തിരുവാഭരണ ഘോഷയാത്ര നാളെ പന്തളത്ത് നിന്നും പുറപ്പെടും. അതേസമയം സന്നിധാനത്ത് ഇന്ന് തിരക്ക് കുറവാണ്. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തിരക്ക് അല്പം കുറവാണ്. സാധാരണഗതിയിൽ ഈ 2 ദിവസങ്ങൾ, അതായത് എരുമേലിപേട്ട തുള്ളലിനെന്നും അതുപോലെ തന്നെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുന്ന ദിവസവും ശബരിമല സന്നിധാനത്ത് ഇത്തരത്തിൽ തിരക്ക് കുറയുന്ന പതിവുണ്ട്. അത്തരത്തിൽ ഇന്നും തിരക്ക് കുറവാണ്. ഇന്ന് ഏകദേശം 70,000-ലധികം തീർത്ഥാടകർ മാത്രമാണ് വിർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. എരുമേലിപേട്ട തുള്ളലിന് ശേഷം പേട്ട തുള്ളുന്ന സംഘങ്ങൾ, അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ഇന്ന് തന്നെ അവിടെ നിന്ന് പുറപ്പെട്ട് പരമ്പരാഗത കാനനപാത വഴി 13-ന് പമ്പയിൽ എത്തിച്ചേരും. അതുപോലെ നാളെയാണ് പ്രസിദ്ധമായ തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം വലിയ ഒരു സുരക്ഷയാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. പരമ്പരാഗത കാനനപാതയിലൂടെയാണ് തിരുവാഭരണ ഘോഷയാത്രയും ശബരിമല സന്നിധാനത്തേക്ക് നീങ്ങുന്നത്. 14-ാം തീയതി വൈകുന്നേരത്തോടു കൂടി തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ വെച്ചാണ് ആചാരപരമായ വരവേൽപ്പ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് നൽകുന്നത്. ശബരിമലയിലും അതുപോലെ തന്നെ പമ്പയിലും നിലയ്ക്കലിലുമെല്ലാം തന്നെ മകരവിളക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ചെറിയ പർണശാലകളൊക്കെ കെട്ടി തീർത്ഥാടകർ മകരവിളക്ക് കാണുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ശബരിമലയിൽ പാണ്ടിത്താവളത്തിലാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ഇത്തവണ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിൽ ചെറിയ പർണശാലകൾ കെട്ടി തീർത്ഥാടകർ കാത്തിരിപ്പ് തുടങ്ങിയിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ പമ്പയിൽ ഹിൽ ടോപ്പ് എന്ന സ്ഥലമുണ്ട്, അതുപോലെ തന്നെ പുലിമട്, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ തീർത്ഥാടകർ കൂടുതലായി എത്തും. ഇവർക്ക് കർശന സുരക്ഷയുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ ഇനി മറ്റൊരു പ്രശ്നമുള്ളത് ഗതാഗത പ്രശ്നമാണ്. ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ പമ്പയിലും നിലയ്ക്കലുമെല്ലാം തന്നെ വലിയ ഗതാഗത കുരുക്കിനുള്ള സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്ത് എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കും അതുപോലെ തന്നെ നിലയ്ക്കലിലേക്കുമൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വാഹനങ്ങൾക്കാണ് കൂടുതലും നിയന്ത്രണങ്ങളുള്ളത്. അതുപോലെ പമ്പയിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ പാർക്ക് ചെയ്യാനുള്ള അവസരമുണ്ടാകില്ല. KSRTC ബസ്സുകൾക്ക് പമ്പ വരെ വന്നു പോകാൻ കഴിയും. അത്തരത്തിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളുമുണ്ട്. അതുപോലെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി സേഫ് സോൺ പദ്ധതി അനുസരിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർ ശബരിമല പാതയിൽ വിവിധ സ്ഥലങ്ങളിൽ റോന്തുറ്റുകയും ചെയ്യുന്നുണ്ട്. ശബരിമല സന്നിധാനത്തു നിന്നും അനന്തുവിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.